ഹലോ എവരിവൺ, വെൽക്കം ടു എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ വീഡിയോ ചെയ്തു, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ചെയ്തു, കമ്പ്യൂട്ടർ ചെയ്തു, മെക്കാനിക്കൽ ചെയ്തു, സിവിൽ ചെയ്തു, കെമിക്കൽ ചെയ്തു. പിന്നെ അല്ലറ ചില്ലറ വേറെ കുറച്ച് ബ്രാഞ്ചസിൻ്റെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതൊന്നുമല്ലാതെ വേറെ ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് ഗവൺമെൻറ് കോളേജിൽ നമ്മൾ പോലും അറിയാം. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, കമ്പ്യൂട്ടറുണ്ട് എന്നൊക്കെയാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ സി ഇ ടിയിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഇവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ 11,712 ഇസെഡ് കാറ്റഗറിയിൽ 17,646, മുസ്ലിം കാറ്റഗറിയിൽ 15,742, എസ് സി കാറ്റഗറിയിൽ 52,039 ഒക്കെയാണ് അവിടെ കയറിയിട്ടുള്ളത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET സ്റ്റേറ്റ് മെറിറ്റ് തന്നെ കണ്ടല്ലോ, 2,228, ഇസെഡ് 2,875, മുസ്ലിം 2,528, എസ് സി കാറ്റഗറി 27,232, എസ് ടി കാറ്റഗറി 41,528. ആകെപ്പാടെ രണ്ട് ഗവൺമെൻറ് കോളേജിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് GSC കോഴിക്കോടും ഒന്ന് CETയിലും തിരുവനന്തപുരം. അടുത്തൊരു വെറൈറ്റി കോഴ്സിലേക്ക് നമുക്ക് പോകാം. സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലുള്ള ടോപ്പ് 2-ലുള്ള ഒരു കോളേജാണ്. സ്റ്റേറ്റ് മെറിറ്റ് 7,916, ഇസെഡ് 9,777, മുസ്ലിം 10,041, എസ് സി കാറ്റഗറി 44,400, എസ് ടി കാറ്റഗറി 52,394 വരെയുള്ള ആൾക്കാർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു അത് ആകപ്പാടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂരിലേ ഉള്ളൂ. ഗവൺമെൻറ്റായിട്ടും പ്രൈവറ്റായിട്ടും എന്തായിട്ടും ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ആകപ്പാടെ കേരളത്തിൽ ആ കോഴ്സ് നമ്മുടെ GSC തൃശ്ശൂരിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു വെറൈറ്റി കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലുള്ളതാണ്. ആകപ്പാടെ ഒരു ഗവൺമെൻറ് കോളേജിൽ മാത്രമേ കേരളത്തിൽ തന്നെ ആകപ്പാടെ 4 എഞ്ചിനീയറിംഗ് കോളേജസിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ആകപ്പാടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ഗവൺമെൻറ് ആയിട്ടുള്ളത്. അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. സ്റ്റേറ്റ് മെറിറ്റ് 8,853 വന്നിരിക്കുന്നത്. ഇസെഡ് കാറ്റഗറി 10,929, മുസ്ലിം കാറ്റഗറി 9,667, എസ് സി കാറ്റഗറി 34,820, എസ് ടി കാറ്റഗറി 50,479 വരെയുള്ളവർക്ക് അവിടെ അഡ്മിഷൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്താണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് MA കോളേജ് കോതമംഗലം, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ഡാറ്റാ സയൻസും കമ്പ്യൂട്ടർ സയൻസും കൂടെ ചേർന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കോഴ്സാണ്. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന 3,898, ഇസെഡ് കാറ്റഗറി 5,190, മുസ്ലിം കാറ്റഗറി 4,215, എസ് സി കാറ്റഗറി 21,698 വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത വെറൈറ്റി കോഴ്സിലേക്ക് പോകാം. എവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് ഗവൺമെൻറ് കോളേജസിലില്ല, ഫീസ് കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്കറിയാം, പ്യുവർ ഗവൺമെൻറ് കോളേജ് അല്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കോളേജ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പാടെ 2 കോളേജിലേ ഇതുള്ളൂ. അതിൽ തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. സ്റ്റേറ്റ് മെറിറ്റ് 10,846, ഇസെഡ് കാറ്റഗറി 12,389, മുസ്ലിം കാറ്റഗറി 12,524, എസ് സി കാറ്റഗറി 31,467. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 2 കോളേജിലേ ഉള്ളൂ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം, ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എറണാകുളം, 2 എറണാകുളത്താണ്. അടുത്ത ഒരു വെറൈറ്റി കോഴ്സിലേക്ക് നമുക്ക് പോകാം. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇത് ഏറ്റവും ടോപ്പായിട്ടുള്ള ടോപ്പ് 5-ൽ വരുന്ന CETയിലും TKMലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
TKM-ൽ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന 3731, ഇസെഡ് കാറ്റഗറി 5826, മുസ്ലിം കാറ്റഗറി 4980, SC കാറ്റഗറി 38,654. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET നമ്മൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് കണ്ടു. ഇതായപ്പം വെറൈറ്റി കോഴ്സായിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് CET-ലുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് 1879, ഇസെഡ് കാറ്റഗറി 3149, മുസ്ലിം കാറ്റഗറി 2757, SC കാറ്റഗറി 21,746 എന്നുള്ള റേഞ്ചിലാണ് അത് പോയിട്ടുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി. VLSI എന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, വളരെ സ്കോപ്പുള്ളൊരു മേഖലയാണ് VLSI എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരു കാര്യമാണ്, ഫ്യൂച്ചറൊക്കെ ഉള്ള ഒരു ബ്രാഞ്ചാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന 7791, ഇസെഡ് കാറ്റഗറി 9843, മുസ്ലിം കാറ്റഗറി 8119, SC കാറ്റഗറി 38,300 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിൻറ്റ് ഗേറ്റ്സിലും ഇതുണ്ട്, പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് മാത്രമേ ഇത് പറയത്തുള്ളൂ. ഇങ്ങനെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളിലും വെറൈറ്റി കോഴ്സിലും ഒക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, SCT അങ്ങനെയുള്ള കോളേജിലൊക്കെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തത് ഏതാണ്? ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. NSS പാലക്കാടിലുള്ള മറ്റൊരു കോഴ്സാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സിലബസുകൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. സിലബസ് നോക്കുക. സിലബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സ് എടുക്കാനായിട്ട് നോക്കുക. NSS കോളേജിലുള്ളതാണ്. ഗവൺമെൻറ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന 13,030, ഇസെഡ് 14,861, മുസ്ലിം 13,716, SC കാറ്റഗറി 51,430 വന്നിരിക്കുന്നത്. ഇതിനടുത്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലുള്ള മറ്റൊരു കോഴ്സാണ്. CET തിരുവനന്തപുരത്തുള്ള മറ്റൊരു കോഴ്സാണ്. ഗവൺമെൻറ് മെറിറ്റ് വന്നിരിക്കുന്നത് 7135. CET-ലൊക്കെ അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ളവർക്ക് കിട്ടും, പക്ഷേ ഇതുപോലുള്ള ബ്രാഞ്ചുകൾക്കാണെങ്കിൽ മാത്രം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏതൊരു മേഖലയിൽ പോയാലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കോപ്പുണ്ട്. ഓക്കെ, ഇസെഡ് കാറ്റഗറിയിൽ 9113, മുസ്ലിം കാറ്റഗറിയിൽ 9430, SC കാറ്റഗറിയിൽ 44,993. ഇനി അടുത്താണ് IT എല്ലാവർക്കും വേണ്ട ഒരു കോഴ്സാണ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ IT എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. IT ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി 7477 സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത്. 20,892 ഇസെഡ് കാറ്റഗറി, 17,600 മുസ്ലിം കാറ്റഗറി, SC കാറ്റഗറി 50,000 വന്നിരിക്കുന്നത്. അടുത്ത IT ഉള്ള കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. സ്റ്റേറ്റ് മെറിറ്റ് 9,469, ഇസെഡ് കാറ്റഗറി 10,768, മുസ്ലിം കാറ്റഗറി 10,248 എന്നുള്ള റേഞ്ചിലാണ് പോയേക്കുന്നത്. SC കാറ്റഗറി 45,000 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ. IT-യിൽ നിങ്ങൾ ഒന്നാമത് വെക്കേണ്ട കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് 6,214, ഇസെഡ് 6,875, മുസ്ലിം കാറ്റഗറി 7,576, SC കാറ്റഗറി 41,422. LBS കാസർഗോഡും ഇതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോളേജാണ്, പക്ഷേ ഫീസ് കൊടുത്ത് വേണം പഠിക്കാൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. SCT-യിൽ വളരെ മികച്ചൊരു കോഴ്സാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക. ഫീസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. NSS പാലക്കാടിലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് പോലെ, CET-യിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പോലെ, നമ്മുടെ JC തൃശ്ശൂരിൽ മറ്റൊരു കോഴ്സാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. JC തൃശ്ശൂരിൽ തന്നെ ഒരുപാട് കുട്ടികൾ എടുക്കാത്ത കുറച്ച് റാങ്ക് കുറഞ്ഞ കുട്ടികൾ എടുക്കുന്ന ഒരു കോഴ്സാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. സ്റ്റേറ്റ് മെറിറ്റ് 15Kയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇസെഡ് കാറ്റഗറി 16K, മുസ്ലിം കാറ്റഗറിയും 16K വന്നിരിക്കുന്നത്. SC കാറ്റഗറി 45,024 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്.
ഇനി അടുത്താണ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു മനോഹരമായിട്ടുള്ള കോഴ്സാണ് RIT കോട്ടയം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് 7312 വന്നിരിക്കുന്നത്. EZ കാറ്റഗറി 8232, മുസ്ലിം കാറ്റഗറി 8358, SC കാറ്റഗറി 36,158, ST കാറ്റഗറി 51,437. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് RIT കോട്ടയത്തിൽ ഫസ്റ്റ് വന്ന സമയത്ത് 2000 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴേക്ക് പോയി. പിന്നെ കഴിഞ്ഞ വർഷം 7000 വീണ്ടും കയറി. ഓരോ വർഷവും ഇത് ചേഞ്ച് ചെയ്യും. ഈ വർഷം ചിലപ്പോൾ വീണ്ടും 2000 വരും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാ കോളേജിലും എല്ലാ കോഴ്സുകളും എപ്പോഴും ലാസ്റ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ ലാസ്റ്റ് റാങ്ക് ഏറ്റവും കുറവുള്ള ഏതാണ്, അത് നല്ല കോളേജ് എന്നുള്ള രീതിയിൽ ആ കോളേജ് എടുക്കും. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ചില വർഷങ്ങളിലും ട്രെൻഡ് മാറാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. RIT കോട്ടയത്തിൽ ഇത് 2000 റേഞ്ചിലൊക്കെ നിന്നൊരു കാര്യമായിരുന്നു. പിന്നീട് അത് 7000 മാറിയതാണ്. ഓക്കെ, താങ്ക് യു.